ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പം ചേട്ടൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ കുറച്ച് ചെടിയുടെ അരി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ അപ്പച്ചിയുടെ മോള് കൊണ്ടു തന്നെ കേട്ടോ. അവൾ റഷ്യയിൽ നിന്ന് കൊണ്ടു തന്നെയായിരുന്നേ. ഈ സംഭവം കൈ കിട്ടിയിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഇവിടെ നട്ടെന്നാണ് കരുത്. അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് മനസ്സിലായി ഇത് നട്ടില്ലെന്ന്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് മണ്ണ് എടുക്കാൻ ഇവിടുന്ന് ഇച്ചിരി ദൂരം പോകണം കേട്ടോ. നമ്മുടെ ഇവിടെ വീടിനടുത്ത് മണ്ണില്ല. അതാണ് ഞങ്ങൾക്ക് നടാൻ അങ്ങ് മടി. പിന്നെ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട, അത് നടാമെന്ന് കരുതിയേ. അങ്ങനെ ആ 2 സൈസ് അരിയും ഞാൻ ആ ചട്ടിയിൽ നട്ട് വെച്ച്. പിന്നെ നമുക്കിവിടെ വേറൊരു ചട്ടിയിൽ 2 സൈസ് ചെടി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി അതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അതിനെയും കൂടെ നമുക്ക് മാറ്റി നടാമെന്ന് കരുതി. എന്തായാലും ചെടി ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിനെയും മാറ്റി നട്ടിട്ടുണ്ട്. അങ്ങനെ ചെടിയെല്ലാം നട്ട് കഴിഞ്ഞത് ഹാളിൽ എൻ്റെ ചെറിയൊരു ക്ലീനിങ് പണിയാട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന കുറേ സാധനങ്ങൾ, ട്രോഫി, ഫോട്ടോസ്, അങ്ങനെ അല്ലറ ചില്ലറ കുറേ സാധനങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി അമ്മയും പപ്പയും എല്ലാം അവിടെ വൃത്തിയാക്കിയതായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ വൃത്തിയാക്കാറുണ്ട്. പിന്നെ ജസ്റ്റ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് തുടക്കുകയോ എടുക്കുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ വലിയ അഴുക്കും പൊടിയും ഒന്നും അതിലിരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പണി എളുപ്പമായിരുന്നേ. അപ്പോൾ നേരത്തെ ഇരുന്ന ഫോട്ടോകളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം റെഡിയാക്കുവാനേ. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ വീടുകളിലും ഈ ഓണമൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഓണത്തിന് 2 ദിവസം മുമ്പാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് തൂത്തുവാരലൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഹാള് മാത്രമല്ല, ഞാൻ എല്ലാ മുറിയിലുമായിട്ടാണ് തൂത്തുവാരും എടുക്കുകയൊക്കെ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ റൂം. മിക്ക ദിവസം ഇവിടെ തുടക്കുകയും വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കാരണം ഓൾറെഡി എല്ലാം വൃത്തിയായി കിടക്കുകയാണ്. പിന്നെ ഒന്നുകൂടെ നമ്മൾ ഓണമൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്തുവാരി തുടക്കുകയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന ഡെപ്പ കണ്ടോ, അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. നല്ല ഹെൽപ്ഫുള്ളാണത്. കാരണം അല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ മേശയിൽ മൊത്തം എൻ്റെ എല്ലാ സാധനങ്ങളും കാണേണ്ടതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വളമാല എല്ലാ സാധനങ്ങളും ഞാൻ അതിലെടുത്ത് വെക്കാറുണ്ട് കേട്ടോ. നല്ല ഇതാട്ടോ. നമുക്ക് വില ഓഫറും ഉണ്ട് അതിൽ. ഇതൊരു 6 തട്ട് വരുന്ന കേട്ടോ. ഞാൻ 500 സംതിങ് രൂപയ്ക്ക് വാങ്ങിയതായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകിട്ടൊക്കെ തുടച്ചിടുക കേട്ടോ. തൂത്തുവാരലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ തുടക്കുകയൊക്കെയാണ്. ഇതിപ്പോൾ എൻ്റെ മുറിയാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒക്കെ മുറി ചെന്ന് അമ്മയുടെ മുറിയിലൊക്കെ ഒന്ന് തുടക്കുകയൊക്കെ കേട്ടോ. ഞാൻ എല്ലാ മുറിയിലും തുടച്ചിട്ടുണ്ട്. പിന്നെ ഹാൾ മാത്രം തുടച്ചില്ല, അത് പിന്നെ പപ്പയാണ് തുടച്ചത്. പിന്നെ എനിക്ക് ചെറിയൊരു പണിയും കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഈ തുടയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് പുതിയതായിരുന്നേ. അപ്പോൾ ഞാനായിരുന്നു അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ തുണിയുടെ ആണെന്ന് തോന്നും കുറേ നൂലും ഒക്കെ ആ തറയിൽ ഒട്ടിപ്പിടിക്കുമായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു പുതിയതായതുകൊണ്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് കഴുകി ഒലച്ചിടണമായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി മെനക്കെടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാതെ ഒരു തുണിയും വെച്ച് തറ തുടച്ച് എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്ഷീറ്റെല്ലാം മാറ്റുവാനേ. ഞാൻ പിന്നെ അധികം കിടക്കാറില്ലല്ലോ ഇവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കൊക്കെ ബെഡ്ഷീറ്റ് കഴുകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാട്ടോ പുതിയ ബെഡ്ഷീറ്റ്. പുതിയതല്ല, കുറച്ച് നാളായി. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്, മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാട്ടോ. കുറേ പേരിങ്ങനെ യൂട്യൂബിൽ ഇതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് എനിക്കിത് വാങ്ങിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. കാരണം ഒറിജിനൽ ഒരു പ്രാവ് കിടക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തേക്ക് എത്രയുള്ളൂ. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.